ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് വിങ്കാറോസിൻ്റെ വിശേഷങ്ങളാണ്. വിങ്കാറോസിന് നിത്യകല്യാണി എന്നൊരു പേര് കൂടിയുണ്ട്. നിത്യവും നമുക്ക് പൂക്കൾ നൽകുന്നു എന്നതാണ് ഈ പേരിനെ അന്വർത്ഥമാക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ പ്ലാന്റിന് ഒരു പരിചരണവും കെയറോ വെള്ളമോ വളമോ യാതൊന്നും തന്നെ കൊടുത്തില്ല എങ്കിലും ഇതിൽ ഇഷ്ടം പോലെ പൂക്കൾ ഉണ്ടാകുന്നു എന്നതാണ്. അതുപോലെ എല്ലാ സീസണിലും ഇതിൽ പൂക്കൾ ഉണ്ടാകും. ഇതിൻ്റെ പല കളറിലുള്ളത് ഇപ്പോൾ ലഭ്യമാണ്. നല്ലൊരു കുറ്റിച്ചെടിയാക്കി വളർത്താൻ പറ്റിയൊരു പ്ലാന്റാണിത്. മാത്രമല്ല ഇതിൻ്റെ ഹാങ്ങിങ് വിങ്കയും ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ ഈ ചെടിക്ക് നമ്മൾ അറിയാത്ത വേറൊരു ചരിത്രം കൂടിയുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇതിനെ അറിയപ്പെടുന്നത് ശവന്നാറി എന്നാണ്. ചിലർ പറയണത് ഇതിൻ്റെ ഇലയ്ക്കും തണ്ടിനും ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ലാണ്, അതുകൊണ്ടാണ് ഇതിന് ശവന്നാറി എന്ന് വിളിക്കുന്നതെന്ന്. പക്ഷേ അതൊന്നുമല്ല സത്യം. മിക്കവാറും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഉൾപ്പെടെയുള്ള ചെടികളുടെ എല്ലാം ഇലകൾക്ക് ഒരു പ്രത്യേക രൂക്ഷഗന്ധമുണ്ടാകും. നമ്മുടെ നാട്ടിൽ ശ്മശാനങ്ങളിലെ ആ മൂകതയും ആ ഒരു ഭയാനകതയും ഒക്കെ മാറ്റുന്നതിന് വേണ്ടി അന്നത്തെ കാരണവന്മാർ അല്പം ബുദ്ധിയുള്ള കാരണവന്മാരാണ് കേട്ടോ. അവർ ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമാണ്, അവർ ശവപ്പറമ്പുകളിലേക്ക് ഈ നിത്യകല്യാണി കൊണ്ടുവന്ന് നട്ടു. അവർ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, ഈ പ്ലാന്റിന് അധികം പരിചരണമോ വെള്ളമോ വളമോ ഒന്നും കൊടുത്തില്ലെങ്കിലും ഇഷ്ടം പോലെ പൂക്കളുണ്ടാകും. അപ്പോൾ അവിടെ കയറി വരുമ്പോഴത്തേക്ക് ഒരു നല്ലൊരു ഭംഗി ഉണ്ടാവും. നമുക്ക് ആ ഭയാനകത ഒന്ന് മാറിക്കിട്ടും. അങ്ങനെ തീർത്തും സതുദ്ദേശത്തോടു കൂടി ചെയ്തൊരു കാര്യമാണ്. പക്ഷേ സത്യാവസ്ഥ മനസ്സിലാക്കാതെ മിക്ക പേരും ഈ പ്ലാന്റിനെ ശവന്നാറി എന്ന് വിളിച്ചു. ഇപ്പോൾ അതിനൊക്കെ കുറച്ചെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള കാര്യം. നല്ല ചെടിപ്രാന്തുള്ളവരും ചെടിയെ സ്നേഹിക്കുന്നവരും ഒക്കെ ഏറ്റവും കൂടുതൽ വളർത്തുന്നത് വിങ്കാറോസ് തന്നെയാണ്. ഇത്രയും നല്ല സുന്ദരിയായ ചെടിയെ നമ്മൾ അറിയാതെ പോലും ശവന്നാറി എന്ന് വിളിക്കാൻ പാടില്ല. എപ്പോഴും പൂക്കൾ തരുന്ന ഈ ചെടിയെ നിത്യകല്യാണി എന്ന പേര് തറിയാണ് തീർച്ചയായും അർഹതയുള്ളത്. നിങ്ങളുടെയൊക്കെ നാട്ടിലെ ചെടിക്ക് എന്താണ് പേരെന്നുള്ളത് കമൻറ്റ് ചെയ്തേക്കൂ. ഈ ഒരു ചെടിയുടെ വിശേഷങ്ങളുമായി വരുന്നതുവരേക്കും നമസ്കാരം.